അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്പിറ്റി വാലി ട്രാവൽ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 7 ചൊവ്വാഴ്ച രാവിലെ 8:30 മണിയാകുന്നു. ഇന്ന് നല്ല സണ്ണിയാണ് കേട്ടോ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മഴയും സ്നോഫോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് കംപ്ലീറ്റ് ബ്ലൂ സ്കൈ ആണ്, ഫുൾ സണ്ണിയാണ്. ഇനി അങ്ങോട്ടുള്ള ഫുൾ ദിവസങ്ങളിൽ സണ്ണിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ടെമ്പറേച്ചർ നല്ല രീതിയിൽ ഡ്രോപ്പ് ആവും. ഇപ്പോൾ കറണ്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -12 ഡിഗ്രിയാണ്. നമ്മളിപ്പം ഉള്ളത് ചിത്കുലിന് അടുത്തുള്ള ഒരു വില്ലേജിലാണ്. വില്ലേജിൻ്റെ പേര് മറന്നുപോയല്ലോ ഈശ്വര, അത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്നും നമ്മൾ നേരെ ടാബോയിലേക്ക് പോവുകയാണ്. ടാബോ എന്ന് പറയുന്ന കസ, അതായത് സ്പിറ്റി വാലിക്ക് തൊട്ട് മുമ്പുള്ള സ്ഥലം. അപ്പോൾ നാക്കോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടിയാണ് പോകുന്നത്. അവിടെ നാക്കോ ലേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഫുൾ ഫ്രോസൺ ആയിട്ടുള്ള ലേക്ക്. പിന്നെ ഏകദേശം ഒരു 100-150 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാനുണ്ടാവും. രാവിലെ ഇറങ്ങിയാൽ നമ്മൾ വൈകുന്നേരം മാത്രമേ അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ അതേ പുറത്തുനിന്നുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ട് ഇത് ഫുൾ ആപ്പിൾ മരങ്ങളാണ് കേട്ടോ. ആപ്പിൾ മരങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ വീണ സ്നോയുടെ ബാക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു പഫി ഹിമാലയൻ ഡോഗും കാര്യങ്ങളൊക്കെ കണ്ടില്ല. അങ്ങ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ലുണ്ട്. ആൻഡ് സൺ അടിപൊളി കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്, അടിപൊളി ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട്. സോ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, നേരെ പോകണം, അതാണ് പരിപാടി. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങളുമായി നമുക്ക് കൂടാട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിതേ സംഗ്ലയിൽ, അതെ സംഗ്ലയിലാണ് കേട്ടോ ആ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ മറന്നുപോയി. കഴിഞ്ഞ ദിവസം നമ്മൾ സംഗ്ലയിൽ താമസിച്ച ഹോട്ടലാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതേ കണ്ടില്ല. ഇവിടെ മൊത്തം മൗണ്ടെയ്ൻസ് ആണ്. സ്നോ മൂടിയ മൗണ്ടെയ്ൻസും അല്ലാത്ത മൗണ്ടെയ്ൻസ് ഒക്കെ ഉണ്ട്. മലമുകളിൽ ഇതേ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ ഇവിടെ എല്ലാം സ്നോ. ഒരു കുഞ്ഞ് പട്ടിക്കുട്ടി ഇതേ നിൽക്കുന്ന കണ്ടോ, ഇതേ കുക്കു. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിത് ഇന്ന് ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത ലൊക്കേഷനായിട്ടുള്ള ടാബോയിലേക്ക് പോകുന്നത് വയ നാക്കോ. അതിൻ്റെ മുകളിലൊക്കെ മറ്റേ മഞ്ഞൊക്കെ മറ്റേ ഇരിക്കുന്നുണ്ടാ, സെറ്റ്, ഒരു രക്ഷയില്ല. അപ്പോൾ അതേ നമ്മൾ സാംഗ്ലയോട് ഇവിടെ പറഞ്ഞിട്ട് ടാബോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയാണ് അതേ ഈ കിടക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ലഗേജൊക്കെ കെട്ടി വെച്ച് ഫുള്ള് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡ്രൈവർ ബായ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ വണ്ടിയിൽ കയറുന്നു, നേരെ ടാബോ.
പിടിക്കാൻ നിർത്തിയതാണ്. ദേ കണ്ട ഇവിടുത്തെ വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളിവിടെ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ആക്ച്വലി 2 റിവറുകൾ തമ്മിൽ ചേരുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ അടിപൊളി ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേ ഈ ഒരു സൈഡിൽ ദേ കണ്ടില്ലേ, ആ ഒരു സൈഡിലോട്ട് ഒരു അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ്. ദേ ഇവിടുത്തെ ഒരു പാറയും കാര്യങ്ങളൊക്കെ നോക്കുക. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, കിട്ടിലും വ്യൂ ആണ് കേട്ടോ. ഒരേ തണുപ്പാണ് കേട്ടോ ഇവിടെ, രക്ഷയില്ല, അടിപൊളി. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. കണ്ടില്ലേ, കിട്ടില്ലം വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി. ഇപ്പോൾ വന്ന ആൾക്കാരൊക്കെ അതേ ഒരേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പാറകളുടെയൊക്കെ ഒരു സംഭവം നോക്കിയേ, ഒരു രക്ഷയില്ല. വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ടാബോ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവിടെ നമ്മളത് താലി കഴിക്കുകയാണ് കേട്ടോ. നമ്മുടെ ടീമിലെ ആൾക്കാരെല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഇന്നൊരു ഫുഡ് കഴിക്കുകയാണ്. ചൂട് ചോറ് കഴിക്കട്ടെ. അപ്പോൾ അതേ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നാക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. ഇത് ഫുള്ള് സ്നോയിൽ കവർ ചെയ്തിട്ടുള്ളൊരു വാലിയാണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി ഒരു 2 മണിക്കൂർ യാത്ര കൂടിയുണ്ട് ഇന്നത്തെ ഡെസ്റ്റിനേഷനായ ടാബോയിലേക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു നാക്കോ ലേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പം നമ്മൾ രാജ്മാ ചാവലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ എങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ലഞ്ചൊക്കെ കൊള്ളാം, നല്ല ഫ്രഷ് ലഞ്ചും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ഞാൻ വ്യൂ കാണിച്ചത് ഈ ഒരു വാലിയുടെ വ്യൂ. ഇതേ കണ്ട ഈ ഒരു വാലി ഒരു രക്ഷയില്ല, കിട്ടില്ലാണ് കേട്ടോ.
ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ കയറി വന്നിട്ടുള്ള വഴിയാണ്. ഇവിടെ എല്ലാം വീടുകൾ കാണാം. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഇവരുടെ ഫീൽഡുകളാണ്. ഇവിടെയൊക്കെയാണ് അവർ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ സ്നോയൊക്കെ ആയതുകൊണ്ട് കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടുത്തെ ഒരു ഹെലിപ്പാഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ടാബോയിൽ. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് സ്നോയിൽ മൂടിയിട്ടുള്ള മൗണ്ടൻസ് ആണ് കേട്ടോ. ഇതേ കണ്ട ഒരു രക്ഷയില്ല, കിട്ടില്ല. സൂപ്പർ. ഫുഡൊക്കെ കിട്ടി നമ്മൾ നാക്കോ ലേക്ക് കാണാനായിട്ട് പോകണം. ഇവിടെ നാക്കോ വില്ലേജ് എന്നൊക്കെ പറഞ്ഞാൽ കാണാം. വെൽക്കം ടു നാക്കോ വില്ലേജ്. ഇതുവഴിയാണ് നമ്മൾ ആക്ച്വലി നാക്കോ ലേക്ക് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അതാണ് എന്തോ. നമ്മളൊരു 10 മിനിറ്റ് നാക്കോയിൽ നിന്ന് നടന്നിട്ട് ഇതേ ഒരു നാക്കോ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു വലിയൊരു ലേക്കാണ്. പക്ഷേ വിൻ്റർ ടൈം ആകുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് സ്നോ ആയിട്ട് ഫ്രോസൺ ആകും. ഈ ഒരു സ്നോയിലൂടെ ഈ ഒരു ലേക്കിലൂടെ നമുക്ക് ഫുള്ള് നടന്നിട്ട് സ്കീയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊരു വലിയൊരു ഏരിയ ആണ് കേട്ടോ. ഒരു ഗ്രൗണ്ട് കണക്ക് കിടക്കുന്നത് ഫുൾ സ്നോ ആയിട്ട് കട്ടയ്ക്ക് കിടക്കുകയാണ്. അപ്പോൾ വിൻ്റർ സമയങ്ങളിൽ ഇതിങ്ങനെ തന്നെ ആയിരിക്കും. ഈ ഒരു ലേക്കിലേക്ക് നമുക്ക് ഇറങ്ങി നടക്കോട്ടൊക്കെ പോകാൻ ഒരു കുഴപ്പമില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സീക്രട്ട് ലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അടിപൊളി, സൂപ്പർ. അപ്പോൾ അതേ നാക്കോ ലേക്കിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. അത് കുറേ പിള്ളേരൊക്കെ സ്കീയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വിൻ്റർ അല്ലാത്ത സമയത്ത് നോർമൽ ലേക്കായിട്ടൊക്കെ ഇവർ യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇതേ ഫുള്ള് സ്നോയാണ്. നമ്മൾ ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നടന്നിട്ട് പുറത്ത് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മളിതേ ലേക്കിൻ്റെ മുകളിൽ കൂടാണ് കേട്ടോ നടക്കുന്നത്. നാക്കോ ലേക്ക് ഫുള്ള് സെറ്റാണ് കേട്ടോ. അതിൽ ആൾക്കാരൊക്കെ പിള്ളേരൊക്കെ സ്കീയിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ മറ്റേ സാധനം ഇട്ടിട്ടാണ് സ്കീ ചെയ്യുന്നത് കേട്ടോ. കണ്ട ലേക്ക്, അതായത് നാക്കോ ലേക്കിൻ്റെ മുകളിൽ കൂടാണ് ഞാൻ ഈ നടക്കുന്നത്. ഫുൾ ലേക്ക് ലേക്ക് ലേക്ക്. ഇവിടെ തന്നെ സ്കീയിങ് ചെയ്യാം കേട്ടോ. അടിയിൽ ഐസാണ് ഇപ്പോൾ ഇതേ കാണുന്നത്. കണ്ടാ ഐസാണ് കണ്ടോ. അതിൽ കൂടെയാണ് ഈ പിള്ളേർ സ്കീയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ലേക്കിൻ്റെ നടുക്ക് കയറി നിൽക്കുകയോ. ഒരു വിഷയമില്ല. വ്യൂ നോക്കിക്കേ, ഫുള്ള് ലേക്കാണ്. ലേക്കിൻ്റെ അടിയിൽ കൂടെ ഉള്ള ഈ ഐസാണ് കേട്ടോ ഈ കാണുന്നത്. ഫുൾ ഐസ്, കിട്ടില്ല ഐസ്. അവരതിൻ്റെ മുകളിൽ കൂടെ പാത വെട്ടി ഒരുക്കിയിട്ട് ഒരേ സ്കീയിങ് ചെയ്തുകൊണ്ടിരിക്കാനുണ്ടോ പിള്ളേർ. ഒരു രക്ഷയില്ല. നമ്മുടെ ആൾക്കാരൊക്കെ ഇതേ ഐസിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നടന്ന് വരുന്നുണ്ട്. ആ പിള്ളേരെ ഈ കൂടെ സ്കീ ചെയ്യുന്നുണ്ടോ. കണ്ട ഇവിടുത്തെ മഞ്ഞൊക്കെ വാരി തിന്നുന്നു. എൻ്റെ മോനെ, മഞ്ഞ് വാരി വായിലിടുന്നു. കണ്ടോ സ്കീയിങ് ചെയ്ത് വരുന്നുണ്ട്. നൈസ്, അടിപൊളി കേട്ടോ. റൈസിങ് ചലോ 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 ചലോ. ഹൈ 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 ഹൈ. ഒരു രക്ഷയില്ല കേട്ടോ പിള്ളേര്. ടാബോയിൽ സ്റ്റേയിൽ വന്നിട്ടുണ്ട് കേട്ടോ. പുതിയൊരു ഹോം സ്റ്റേ ആണ്. അകത്തോട്ട് കയറട്ടെ. ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട. അപ്പോൾ അകത്തോട്ട് കയറട്ടെ. ചലോ 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 ചലോ. ഓ പുതിയ
പുതിയ റൂമാണ് കേട്ടോ. സെറ്റപ്പ് അടിപൊളി. സെറ്റ് ഓക്കെ. ഓ അടിപൊളി സെറ്റപ്പ് ആണ് കേട്ടോ. അതെ, ദിവസം റൂം, അറ്റാച്ച്ഡ് ബാത്റൂം കിട്ടില്ല. പൊളി നൈസ്. പുതിയ സെറ്റപ്പ്, മറ്റേ ഹീറ്റ് ബെഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതേ ഇന്ന് ടാബോയിൽ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോം സ്റ്റേ ആണ് കേട്ടോ. ഇതൊരു പുതിയ പ്രോപ്പർട്ടിയാണ്. പുതിയ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തൻ സാധനം ഏതൊക്കെ ഇതേ അപ്പോൾ ഞാനും വേറൊരാൾ ഈ ഒരു റൂമിലുണ്ടാവും. അറ്റാച്ച്ഡ് ബാത്റൂമാണ്, അത് ലോക്കാണ്. എന്താ സംഭവം എന്ന് അറിയാൻ വയ്യ. ഹീറ്ററൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ബെഡിനടിയിൽ. എന്തൊക്കെയോ സംഭവം ഉണ്ട്, എന്നാലും സെറ്റ്. അപ്പോൾ എന്തായാലും നമ്മൾ ടാബോയിൽ എത്തിയിട്ടുണ്ട്. എല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. എല്ലാവരുടെ തീ കായാനായിട്ടിരിക്കും കേട്ടോ ടാബോയിൽ. അടിപൊളി, ഒരേ വൈബ്. അപ്പോൾ ഇത് നമ്മൾ ടാബോയിലെത്തി, റൂമൊക്കെ എടുത്തു, ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ റൂമിൽ വന്നു. ഇനിയിപ്പം കിടന്നുറങ്ങണം. അപ്പോൾ നാളെയാണ് നാളെ എന്ന് വെച്ചാൽ അടുത്ത 2 ദിവസങ്ങളിലാണ് നമ്മൾ ആക്ച്വലി സ്പിറ്റി വാലി കവർ ചെയ്യാനായിട്ട് പോകുന്നത്, കസ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മളിപ്പം കറൻ്റ് ഉള്ളത് ടാബു എന്ന് പറയുന്ന സ്ഥലത്താണ്. നാളെ രാവിലെ ഇവിടുന്ന് ഹോട്ടലൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ സ്പിറ്റി വാലിയിലേക്ക് പോകും. അടുത്ത 2 ദിവസം നമ്മൾ സ്പിറ്റി വാലിയിലായിരിക്കും. അപ്പോൾ സ്പിറ്റി വാലിയിൽ അടിപൊളി കാഴ്ചകളും സംഭവങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡ് കാണുമ്പോൾ ഫ്രം ട്രാവലിംഗ് ടെക്.